നമ്മുടെ വാൽക്കറി ഫൗണ്ടേഷൻ അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഉദ്യമം അതിന്റെ ഭാഗമാവാൻ നമ്മുടെ വിദ്യാലയത്തിന് സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷകരമായ കാര്യമാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായി പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു ഇത് കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഒരുപക്ഷെ ഇൻഡിവിജ്വലായിട്ട് അവർക്ക് പലർക്കും ഇത് പോയിട്ട് ചെയ്യാനോ പഠിക്കാനോ ഒന്നും പറ്റാത്തവരായിരിക്കും ഭൂരിഭാഗം പേരും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായും വാക്കറും ഡീലീഡും ചെയ്തത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. പിന്നെ കുട്ടികൾക്ക് പൊതുവെ താല്പര്യമുള്ള മേഖലയാണിത്. അവർക്ക് പാഠപുസ്തകം തുറന്ന് പഠിക്കുന്നതിനേക്കാളും താല്പര്യം ഈ ടെക്നോളജിക്കായി ബേസുള്ള സാധനങ്ങളാണ്. ഈ ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ ഇത്തരം ചിന്തകളും സ്വപ്നങ്ങളും അവർക്ക് നൽകുക എന്നതാണ് ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു 3 മാസക്കാലം എന്നുള്ളത് വളരെ ചുരുങ്ങിയ കാലമാണ്. ആ കാലം കൊണ്ട് ഇത്രയും മികച്ച രീതിയിൽ അത് പഠിച്ചെടുക്കാനും അത് പെർഫോം ചെയ്യാനും കഴിഞ്ഞു എന്നത് ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അവിടുത്തെ കുട്ടികൾക്ക് സ്പെഷ്യൽ കേസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആണ് ഈ റോബോട്ടിക്സ് എന്നുള്ളൊരു ക്ലാസ്. അവർക്ക് സ്കൂളിലെ ഹവേഴ്സ് മിസ്സായാലും അവർ റോബോട്ടിക്സ് ക്ലാസ്സിൽ എങ്ങനെയെങ്കിലും എത്താമെന്നുള്ള ഒരു മെന്റാലിറ്റിയാണ് എല്ലാ കുട്ടികളും. അവർക്ക് അത്രയും ഇഷ്ടമായിരുന്നു റോബോട്ടിക്സ് ക്ലാസ്. ഫസ്റ്റ് ഡേ അവർക്ക് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ചെറിയൊരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് ഗ്രൂപ്പ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ അവർക്ക് ഓരോ ദിവസം കൂടുന്തോറും അവരെ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ ചേഞ്ച് വന്നത് കണ്ടു. പിന്നെ അതുപോലെ പ്രസന്റേഷൻ്റെ സമയത്ത് അവർക്ക് ഫസ്റ്റിലെ പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര മടിയായിരുന്നു ഈ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഫേസ് ചെയ്തിട്ട് സംസാരിക്കാൻ. അതുപോലെ പിന്നെ ഓരോ പ്രസന്റേഷൻ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വരുന്ന സമയത്ത് അവർക്ക് പിന്നെ ആ ഒരു ഫിയർ എല്ലാം പോയി അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയി. വലിയ ശതമാനം കുട്ടികളൊക്കെ ശനിയാഴ്ച കുട്ടികൾക്ക് കളിക്കാൻ പോകേണ്ട സമയമാണ്. 5 ദിവസം സ്കൂളിൽ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ശനിയാഴ്ച സ്വാഭാവികമായിട്ട് കുട്ടികൾക്ക് കളിക്കേണ്ട ഒരു ദിവസമാണ്. അപ്പോൾ അത് ഉപേക്ഷിച്ച് കുട്ടികൾ ഇതിന് ഈ റോബോട്ടിക്സ് എന്ന് പറഞ്ഞപ്പോൾ ഇത് ഉപേക്ഷിച്ചിട്ട് കുട്ടികൾ വരാൻ വേണ്ടി അവർ കാണിച്ചൊരു താല്പര്യം വളരെ ആവേശകരമായ ഒരു കാര്യമായിരുന്നു. ഇത് മാത്രമല്ല അതിൻ്റെ ഒരു അവസാന നിമിഷങ്ങളിൽ ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഒരു സങ്കോചമില്ലാതെ ആ കുട്ടികൾ അത് നിന്നിട്ട് അത് പ്രസൻറ്റ് ചെയ്തപ്പോൾ വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ട്. മാത്രമല്ല ആധുനിക AI സാങ്കേതിക വിദ്യയെക്കുറിച്ചൊക്കെ തന്നെ കുട്ടികളുണ്ടാക്കിയ ഉൽപ്പന്നം അവർ അഭിമാനത്തോടുകൂടി അവതരിപ്പിക്കുന്നത് വളരെ അഭിമാനകരമായ ഒരു മൂവ്മെന്റ് തന്നെയായിരുന്നു. അതിലൊരു തർക്കം ആ കാര്യത്തിലില്ല. തീർച്ചയായിട്ടും അവര് ആ മേഖലയിൽ കഴിവ് തെളിയിക്കാൻ പോകുന്നവരായിട്ട് മാറും എന്നതിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ നമുക്കൊരു പരിശീലനം സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷവും ചരിതാർത്ഥ്യവും ഉണ്ട്. വാക്കരും ഡീലീഡ് ഫൗണ്ടേഷൻ അതേപോലെ തന്നെ ഇത് പരിശീലനങ്ങൾ നിയന്ത്രിച്ചുള്ള ഡയറ്റ് മലപ്പുറം എല്ലാവരോടും നിങ്ങളുടെ നന്ദി പറയാൻ വേണ്ടി അവസരം ഉപയോഗിക്കും.